NF എടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഹാൻഡിൽ മാറ്റി സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ വെക്കുന്നത്, ഈ സ്റ്റോക്ക് മാറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ കറണ്ട് ഫെറ്റ് ചെയ്തേക്കുന്നത് ഡൊമിനോറിൻ്റെ ഹോൾഡറും KTMൻ്റെ ഹാൻഡിൽ ബാറാണ്. KTMൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് കംഫർട്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കിക്കളയാം. നമ്മുടെ സ്റ്റോക്കായിട്ട് വണ്ടിയിൽ വരുന്നത് ഇതേപോലുള്ളൊരു 2 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ്. ചിലവർക്ക് ഈ ഒരു ലുക്കാർക്ക് ഇഷ്ടം, ചിലവർക്ക് ആ ഒരു ലുക്കാർക്ക് ഇഷ്ടം. ഇപ്പോൾ രണ്ടും ഞാൻ NF അല്ല കാണിച്ചേക്കുന്നത്, ഒന്ന് എൻ്റെ ASും ഒന്ന് NF ആണ്. പക്ഷേ ഇതിൽ സ്റ്റോക്ക് ഹാൻഡിലും മറ്റതിൽ സാധാ ഹാൻഡിലാണ് വെച്ചേക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് നോക്കണ്ട, കാരണം എൻ്റെ വണ്ടി ഞാൻ കുറച്ച് ഹൈറ്റ് ചെയ്തേക്കുന്നുണ്ട്, ഇത്രയും ഹൈറ്റ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഹാൻഡിലും ഏകദേശം ഒരേ ഹൈറ്റിൽ തന്നെ നിൽക്കണം. നോക്കിയാൽ എന്തുമാത്രം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് രണ്ട് വണ്ടിയും തമ്മിൽ. പിന്നെ സ്റ്റാൻഡിങ് ഹൈറ്റ് കൊണ്ട് കുറച്ച് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതും അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുതന്നെ മിക്കുള്ളവരും ഈ ഒരു സാധനം വാങ്ങിച്ച് വെക്കുന്നത് ഇത് ഒറിജിനൽ കംഫർട്ട് നോക്കിയിട്ടല്ല, ആരെങ്കിലുമൊക്കെ വെക്കുന്ന കണ്ടിട്ട് അപ്പോഴേ വാങ്ങിച്ച് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കംഫർട്ടാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങളിത് വെക്കുന്നതിന് ഉറപ്പായിട്ടും ഇത് വെച്ചെങ്കിൽ വണ്ടി ഒന്ന് സംഘടിപ്പിച്ച് ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രം വെക്കുക. കാരണം എല്ലാവരുടെയും ബോഡി പൊസിഷനും ഹാൻഡിലിങ്ങും കറയുന്ന ഒരേ കണക്കായിരിക്കില്ല, അവരുടെ പ്രിഫറൻസും. ജസ്റ്റ് ലുക്കിന് വേണ്ടി മാത്രം മാറ്റാതിരിക്കുക. കംഫർട്ട് വേണമെങ്കിൽ രണ്ട് വണ്ടിയും സൈഡ് ടു സൈഡായിട്ട് ഓടിച്ച് തന്നെ നോക്കണം. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് വണ്ടിയിലാണ് വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇതുവരെയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ യൂസ് ചെയ്തിട്ട് കംഫർട്ടും ഇതുവരെയ്ക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് മാറ്റണമെന്ന് പോലും തോന്നിയിട്ടില്ല. ഒരുപാട് പേര് പറഞ്ഞെങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഇത് മാറ്റാൻ എടുക്കുന്നത്. പിന്നെ ഈ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ പിന്നെ മാറ്റാത്ത മെയിൻ കാര്യം. NFലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഹാൻഡിൽ വെച്ച് വണ്ടികൾ കാണുന്നത് വളരെ ചുരുക്കമായിരിക്കും. എല്ലാവരും ഡൊമിനോറിൻ്റെ അല്ലെങ്കിൽ KTMൻ്റെ വയ്ക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒറ്റഫായിട്ട് ഡൊമിനോറിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെന്തായിരിക്കും. ഈ കയറി ഇരിക്കുമ്പോഴേ ഓട്ടിക്കാനും ചെറിയൊരു ഗുമ്മ് ഡൊമിനോറിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ ബാറിൻ്റെ വെയിറ്റ് വെച്ച് വണ്ടി കുറച്ച് ബൾക്കായിട്ടിരിക്കും. ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ടായിട്ട് എനിക്ക് ട്രാഫിക്കിലൊക്കെ കുറച്ച് ഫ്ലിക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ എനിക്കിത് രണ്ടിനും തോന്നിയത് വ്യത്യാസം എന്ന് വെച്ചാൽ കീ ഇടുന്ന കാര്യമാണ്. ഇതിലിപ്പോൾ കീ ഇടുന്നത് എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ അത് 1-2 ഫീഡാകുമ്പോൾ ശരിയാകുമെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ വണ്ടിയിലാണെങ്കിൽ കീ ഇടാൻ വേണ്ടി സിമ്പിളാണ്, ഒന്നും ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. അതിന് വലിയ പ്രസക്തി ഒന്നും 2 ദിവസം കഴിയുമ്പോൾ അതെന്തായാലും സെറ്റാവും. പിന്നെ ഈ ഒരു ഹാൻഡിലിൽ ഏതൊരു രീതിയിലാണ് അഡ്ജസ്റ്റ്മെൻറ്റും പരിപാടികളോ ഒന്നും നടക്കില്ല. നിങ്ങളിപ്പോൾ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഫാൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ആക്കാവുന്നത് മാത്രമേ നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഉള്ളൂ. ഈ ഒരു ഹാൻഡിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു അപ്പർ ഹോൾഡർ ഈ 4 അല്ലെങ്കിൽ ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ ഇങ്ങോട്ടോ അങ്ങോട്ടോ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് ആക്കി വെക്കാൻ പറ്റും. പിന്നെ ചിലവർക്ക് ആ ഒരു ഹാൻഡിൽ തന്നെ പക്ക കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇത് വെച്ചിട്ട് കംഫർട്ട് അല്ലെങ്കിലും അവർ കംഫർട്ട് ഉണ്ടെന്നേ പറയൂ. കാരണം എല്ലാവരും ഈ ഒരു പീസ് ഹാൻഡിൽ ബാറിനെ കംഫർട്ടബിളായിട്ടാണ് ചിത്രീകരിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 10 പേര് നല്ലത് പറഞ്ഞിട്ട് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളും ഇഷ്ടപ്പെട്ടെന്നേ പറയൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചിലായിരിക്കും. അതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണോ ഡൊമിനോറിൻ്റെ ആണോ സ്റ്റോക്കാണോ, 3ഉം 5x5 ആയിട്ട് ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കണം ഏതാണ് നിങ്ങൾ വെക്കേണ്ടതെന്ന്. പിന്നെ ഡൊമിനോറിൻ്റെ KTMൻ്റെയൊക്കെ ഹാൻഡിൽ ബാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ബാറിൻ്റെ വെയിറ്റ് ഇടാൻ പറ്റും. അത് ഇടാതെ വെച്ച് ഓടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈബ്രേഷൻ ഇഷ്യൂസ് ഒക്കെ വരും. പിന്നെ ഈ ഒരു നമ്മുടെ ഇവിടെ ഒരു പീസ് വരും, അതുപോലെ ഹോളൊന്ന് വലുതാക്കി അതിൻ്റെ അകത്ത് 2 ബോൾട്ട് ഇറക്കാൻ ഇടുന്നത്. പിന്നെ ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് വണ്ടി വീണ് കഴിഞ്ഞാൽ ഈ ഒരു ബോൾട്ട് ഒടിഞ്ഞ് അകത്താൻ വേണ്ട ചാൻസസ് കുറച്ച് കൂടുതലാണ്. ഇതിലാണെങ്കിൽ ഈ ഒരു 2 അലങ്കി ബോൾട്ടും പിന്നെ അകത്ത് എനിക്ക് ഒരു സ്റ്റമ്പിൻ്റെ കുറച്ച് സപ്പോർട്ട് പോർഷനോട് അകത്തോട്ട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഓടിയാൻ ചാൻസ് കുറവാണ്. പക്ഷേ എൻ്റെത് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടിയും. അതിന് കാരണം ഞാൻ അതിൻ്റെ അകത്ത് സ്റ്റമ്പ് ഈ ഒരു ലെവലിൽ ഫ്ലഷ് മൗണ്ട് ചെയ്ത് താത്ത് ഫ്രണ്ട് ഹൈറ്റ് കൂട്ടി വെച്ചേക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കണം. ഇതിലിപ്പോൾ ഇട്ടേക്കുന്നത് ഇതിൻ്റെ തന്നെ ബാറിൻ്റെ വെയിറ്റ് കുറച്ചൊന്ന് കസ്റ്റം ചെയ്യാൻ ഇട്ടേക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടി കുറച്ചുകൂടെ വണ്ടി കയറിയിരിക്കുമ്പോൾ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി തന്നെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഹാൻഡിൽ ബാർ കൺവേർഷൻ ചെയ്യുന്ന വീഡിയോസ് കേട്ടിട്ടുണ്ട്, ഏതാണ് കംഫർട്ടബിൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ എനിക്ക് അത്യാവശ്യമുള്ള കംഫർട്ട് എല്ലാം തരുന്നുണ്ട്. പക്ഷേ കംഫർട്ട് കുറവാണെങ്കിൽ എനിക്ക് ഇതിലിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിലാണെങ്കിൽ നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഏത് രീതിയിൽ വേണോ മാറ്റാൻ പറ്റും. പെറ്റിയൊക്കെ അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പെറ്റി അടിക്കാൻ ചാൻസസ് വളരെ കുറവാണ്. നിങ്ങൾ പോലീസിലും പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഉടക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനും വേണമെങ്കിൽ അടിച്ചു തരാൻ പറ്റും. കാരണം വണ്ടിയുടെ സ്റ്റോക്ക് പാർട്ടിൽ നിന്ന് എന്ത് ചേഞ്ച് വരുത്തിയാലും ആൾട്രേഷനായിട്ട് കൂട്ടുകയും അതിന് നമുക്ക് ചെല്ലാൻ അടിക്കാനും അവർക്ക് സ്കോപ്പല്ല പറ്റും. പിന്നെ ഈ ഒരു സാധനം വെറുതെ അല്ല ഇത്രയും ഒരു വണ്ടി വെക്കുന്നതെന്നും നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം നിങ്ങൾ ഏതൊരു എന്നെ എടുത്താലും സ്റ്റോക്ക് ഹാൻഡിൽ വെച്ചേക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. മിക്കവരും കംഫർട്ടൊക്കെ കൊണ്ട് തന്നെയാണ് മാറുന്നത്. ചിലവർ എല്ലാവരും മാറുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കും എന്തുകൊണ്ട് മാറിക്കൂടാ, ആ ഒരു മൈൻഡ് സെറ്റിൽ മാറുന്നവരുമുണ്ട്, കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ വേണ്ടി മാറുന്നവരുമുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഈ ഒരു വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഹാൻഡിൽ ബാർ മാറ്റാൻ വേണ്ടി. പക്ഷേ ഞാൻ എന്തായാലും ഇപ്പോൾ മാറ്റാൻ വേണ്ടി എനിക്ക് പ്ലാനില്ല. ഈ ഒരു ലുക്ക് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. പക്ഷേ ഈ ഒരു ലുക്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്.
നിങ്ങൾക്ക് അഡീഷണലായിട്ട് സ്വിച്ചസോ ഹാൻഡിൽ ഫോൺ ഹോൾഡറൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇതിൽ തന്നെ കുറച്ച് അൾട്രേഷനൊക്കെ ചെയ്ത് ഈ ഒരു സ്വിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ഈ സ്വിച്ചൊക്കെ വെച്ചേക്കുന്നത്. പക്ഷേ അതിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വിച്ച്, ഒരു ഫോൺ ഹോൾഡർ, പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ സാധനം വെക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതിൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ഇപ്പോൾ എന്തായാലും വീണ്ടും ഓടിച്ചിട്ട് അതിൻ്റെ ഒരു എടുക്കുന്നില്ല, കാരണം ക്യാമറയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് 2 വണ്ടിയും ഒരുപാട് ഓടിച്ചിട്ടുള്ളതാണ്. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ഒരു ദിവസം ഇവ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ PF ഒക്കെ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് റൈഡ് കംഫർട്ടിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. അതെല്ലാം കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയറൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഡിൽ കൂടെ എന്നെ കമൻസിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത്. ബൈ ബൈ.